അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു ഫുൾ ചിക്കനാണ് കേട്ടോ, കുക്കറിലിട്ട് വേവിച്ചെടുത്തൊരു ഫുൾ ചിക്കനാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. 220 രൂപയുടെ ഒരു ഫുൾ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. മുകൾ ഭാഗം ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പിടിയോളം ചെറിയ ഉള്ളിയും അതേ അളവിൽ തന്നെ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ടീസ്പൂണല്ല ടേബിൾ സ്പൂണ് കൊത്തമല്ലിയും 1/4 ടീസ്പൂണ് നല്ല ജീരകവും 1 ടീസ്പൂണ് പെരിഞ്ചീരകവും ഇട്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി 3 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലയും 2 ടീസ്പൂണ് ചിക്കൻ മസാലയും പാകത്തിനുള്ള ഉപ്പും ഒരു ഇച്ചിരി വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ലൂസായി വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കോഴിയുടെ ഉള്ളിലെ ലിവറൊക്കെ ഒന്ന് ഈ മസാലയിൽ തേച്ചിട്ട് കോഴിയുടെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിലൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തന്നെ എല്ലായിടത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂറൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഓയിൽ ഇതിന് വേണം. കാരണം അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഇത്രയും ഒഴിച്ചു കൊടുക്കുന്നത്. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ചെടുക്കുക. പിന്നീട് 2 വിസിലടുപ്പിച്ചെടുത്താൽ കോഴി റെഡി ആയിട്ടാ. അപ്പോൾ ഇതേപോലെ ഒരു പാനിലോട്ട് ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തിരിച്ചും മറിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. 2 ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കോഴിയൊക്കെ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്ത കോഴിയിൽ എണ്ണ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 വല്ലുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്കൊരു തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കോഴി മസാല വെച്ച പാത്രത്തിൽ നിന്ന് ചൊയറ്റിങ്ങാണ്ട് ഇതിലേക്കൊന്ന് പാർന്നു കൊടുക്കുന്നുണ്ട്. ഈ മസാലകളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കി വന്ന ഗ്രേവിയിലെ കുക്കറിൽ ബാക്കി ഉണ്ടായിരുന്ന ഗ്രേവിയും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിപൊളി ഗ്രേവി ഇവിടെ റെഡി ആയിട്ടാ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചപ്പ് പുതിനയും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് അടിപൊളി ടേസ്റ്റ് ആവും. അടിപൊളി ഗ്രേവി ഉണ്ടാവും. നമുക്ക് പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാവും. ചിക്കൻ്റെ മുകളിൽ തന്നെ ഇത് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡി ആയിട്ടാ. പിന്നെയും പറയുകയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രാവിലെ നമ്മൾ പൊറാട്ടന് ഉണ്ടായിട്ടുള്ളത്, അപ്പോൾ പൊറാട്ടൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒരു പീസ് മുറിച്ച് ആ ഗ്രേവിയിലൊക്കെ ഒന്ന് മുക്കിയെടുത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരി, ബൈ.